ഹായ് ഓൾ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി പോർഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് മൊഡ്യൂൾ 1 and 2 ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ 3 and 4 ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1-നകത്തുനിന്ന് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഇൻ ഇറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ നമ്മുടെ ഫിസിക്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പിന്നെ പ്രത്യേകം പഠിക്കുന്നില്ല. അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പെട്ടെന്ന് ഇത് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് ഡെൻസിറ്റി അല്ലെ, കറണ്ട് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ വേണം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 2 എക്സ്പ്രഷൻസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവിടെ ഒരു ഫിഗറിനകത്ത് ഈ ഫിഗറിനകത്ത് നമുക്കൊരു കണ്ടക്ടർ കാണാം. ഈ കണ്ടക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആയിട്ടും ഏരിയ എന്ന് പറയുന്നത് A ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കണ്ടക്ടറിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സപ്ലൈയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ വോൾട്ടേജ് സപ്ലൈയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ ഇലക്ട്രോൺ തിയറിക്കകത്ത് പഠിച്ചു. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രോൺസ് എല്ലാം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ പോകും, റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്യാതെ മൂവ് ചെയ്യുമെന്ന് നമ്മൾ കണ്ടു. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലോ ഓഫ് ഇലക്ട്രോണിയാണല്ലോ നമ്മൾ കറണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ ഡെൻസിറ്റി, അതിന്റെ ഇത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സിഗ്മ, ഇത്രയാണ് നമുക്ക് നോക്കേണ്ടത്. സോ ലെറ്റ് us കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L. അപ്പം L ലെങ്ത്തും ഏരിയ A ഉള്ള ഒരു കണ്ടക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയയും ലെങ്ത്തും ഉണ്ടെങ്കിൽ വോളിയം ക്യാൻ ബി റിട്ടൺ ആസ് V is equal to A into L, ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാം. ഓക്കെ, ഇനിയും if there is n number of electrons per unit volume of a metal, അപ്പോൾ ഒരു യൂണിറ്റ് വോളിയത്തിൽ n number of electrons ആണ് ഇവിടെ ഉള്ളതെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഇനി എങ്ങനെ കൺസിഡർ ചെയ്യാം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു A, അതിന്റെ ഏരിയ, L ലെങ്ത് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം n എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ then the charge of the conductor can be written by Q is equal to ALNE. അപ്പോൾ ഓൾറെഡി ALNE എന്ന് പറയുന്നത് എന്താ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സ് ആണ്. ചാർജ് Q is equal to നമ്മൾ NE പറയത്തില്ലേ, അതുപോലെ നമുക്കിവിടെ ALNE എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ. അടുത്തത് നമുക്ക് കറണ്ടിന്റെ ഡെഫിനിഷൻ ആണ്. നമുക്ക് കറണ്ട് ഡെൻസിറ്റി ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ചാർജ് Q കിട്ടി. ഇനി അടുത്തത് നമുക്ക് കറണ്ട് ഡെൻസിറ്റിക്ക് വേണ്ടിയിട്ട് കറണ്ട് വേണം. സോ നമ്മൾ ടി ടൈമിൽ ഒരു മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് അറ്റ് എ ടൈം ടീനെ ആണല്ലോ നമ്മൾ എന്തെന്ന് വിളിക്കാം? കറണ്ട് എന്ന് വിളിക്കാം. ചാർജ് ബൈ ടൈം ആണല്ലോ കറണ്ട്. സോ ചാർജ് ബൈ ടൈം എന്ന് എഴുതി. ചാർജ് എന്ന് പറയുന്നത് Q ആണ്, ടൈം എന്ന് പറയുന്നത് T ആണ്. ക്യൂവിന്റെ ഓൾറെഡി നമുക്ക് ഡെഫിനിഷൻ കിട്ടി. ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ Q is equal to NE പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏരിയയും ലെങ്ത്തും ഉള്ളത് കൊണ്ട് നമ്മൾ Q is equal to ALNE കൺസിഡർ ചെയ്തു. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ALNE, ടൈം T. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമ്മുടെ ഈ ചാർജ് മൂവ് ചെയ്യുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി VD എന്ന് പറയുന്നത് L/T ആണെന്നുള്ളത് നമുക്കറിയാം. VD is equal to L/T ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനിയും നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2നെ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഐയുടെ വാല്യൂ എന്ത് കിട്ടി? L/Tക്ക് പകരം നമ്മൾ VD കൊടുത്തു. സോ കറണ്ട് I is equal to VD ANE എന്ന് കിട്ടി. ഇതിൽ നിന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? VD is equal to I/ANE എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് ഒന്നുമില്ല കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റീഅറേഞ്ച് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് ചെയ്യുന്നു, അവിടെ എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കിക്കേ, നമുക്ക് വേണ്ടത് കറണ്ട് ഡെൻസിറ്റിയാണ്. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി, കറണ്ട് ഡെൻസിറ്റി ജെനെ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. J is equal to കറണ്ട് ബൈ ഏരിയ ആണ്. ഓക്കെ, കറണ്ട് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു VD ANE ആണെന്നുള്ളത്. സോ J is equal to VD ANE ബൈ A ആണെന്നുള്ളത് നമുക്കറിയാം. സോ എയും കട്ടായി പോയി കഴിയുമ്പോൾ നമുക്ക് VD NE എന്ന് കിട്ടുമല്ലോ. ഇതിൽ നിന്ന്
വി ഡി അല്ലെങ്കിൽ ജെ ഈസ് ഈക്വൽ ടു വി ഡി എൻ ഇ. ഇനിയിപ്പോൾ നമുക്ക് വേറെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമുക്ക് ജെ ബൈ എൻ ഇന്ന് പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമ്മൾ 2 ഡെഫിനിഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ ചെയ്ത ലെങ്ത് ബൈ ആ ഒരു ഡെഫിനിഷനും ഇവിടെ ചെയ്യുന്ന ജെ ബൈ എൻ ഇ എന്ന് പറയുന്ന ഒരു ഇതും. അപ്പോൾ നമുക്ക് കറണ്ട് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ കിട്ടിയല്ലോ. ജെ ഈസ് ഈക്വൽ ടു എൻ ഇ വി ഡി. വേറെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ, വി ഡി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അത്രയും നമുക്ക് ക്ലിയർ ആയി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തായിരുന്നു? നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് ഒരു ഡെഫിനിഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അത് നോക്കാം നമുക്ക്. So if E is applied electric field, then the electric force on a free electron is given by എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇലക്ട്രോൺസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു ആ ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കാരണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ കാരണം നമ്മുടെ കണ്ടക്ടറിനകത്ത് ഇരിക്കുന്ന ഇലക്ട്രോൺസിന് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നു. ആ ഒരു ഫോഴ്സിന്റെ എഫക്റ്റിൽ ഇതെല്ലാം കൂടി ഒരേ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ക്യു എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോൺ അല്ലേ? ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ അല്ലേ ക്യു എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ഇ എന്ന് എഴുതിയത്. സോ ഇ ഈസ് ദി ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ആൻഡ് ക്യാപിറ്റൽ ഇ ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് രണ്ടും എഫ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പം ഇ ഈസ് ഈക്വൽ ടു എം എന്ന് കിട്ടി. therefore എ ക്യാൻ ബി റിട്ടേൺ ആസ് ഇ ബൈ എം എന്ന് എഴുതി. ഓക്കെ, ഇനിയും എ എന്ന് പറയുന്നത് എന്താ? ആക്സിലറേഷൻ ആണ് അല്ലേ? ആക്സിലറേഷനെ നമ്മൾ എങ്ങനെ എഴുതാൻ പഠിച്ചിട്ടുണ്ട്? വെലോസിറ്റി ബൈ ടൈം അല്ലെ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ അത്രയും വരെ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം എന്നാണ് പഠിച്ചത് അല്ലേ? അത് നമ്മൾ ജസ്റ്റ് ഇവിടെ കണ്ടക്ടറിന്റെ കേസ് ആകുമ്പോഴത്തേന് നമ്മൾ വെലോസിറ്റിനെ മാറ്റിയിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആക്കി, ടൈമിനെ മാറ്റിയിട്ട് കൊളീഷൻ ടൈം ടോസി ആക്കി. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി ഡി ബൈ ടോസി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയും വി ഡി ഈസ് ഈക്വൽ ടു ഇവിടുന്ന് നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? എ ടോസി എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 9. കഴിഞ്ഞ സ്ലൈഡിൽ, ഇതിന് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ട് ആക്സിലറേഷനെ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു എം എ, എഫ് ഇസ് ഈക്വൽ ടു ഇ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് എ ഇസ് ഈക്വൽ ടു ഇ ബൈ എം എന്ന് നമ്മൾ എഴുതിയില്ലായിരുന്നോ? അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 8 എന്ന് പറയുന്നത്. എ ഇസ് ഈക്വൽ ടു ഇ ബൈ എം. ആ 8th ഇക്വേഷൻ നമ്മൾ ഈ 9th ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഡി ഇസ് ഈക്വൽ ടു ഇ ബൈ എം ടോസി എന്ന് കിട്ടി. ഓക്കെ, ഞാൻ ഇക്വേഷൻ നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ലൈഡ് ബാക്കിലോട്ട് പോവുക, എന്നിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വോയിസ് തമ്മിൽ ഇതാവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ വോയിസും കഴിഞ്ഞ സ്ലൈഡിൻ്റെ വോയിസും തമ്മിൽ മെർജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബാക്കിലോട്ട് പോകാത്തത്. അപ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പുട്ടിങ് 10 in 5. ഇനി നമ്മൾ 10 ഈ ഇക്വേഷൻ 10 വി ഡി ഇസ് ഈക്വൽ ടു ഇ എം ബൈ ടു സി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഇതിന് മുന്നത്തെ സ്ലൈഡിലുള്ള ഇക്വേഷൻ നമ്പർ 5ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ജെ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷനിലെ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ജെ ഇസ് ഈക്വൽ ടു എൻ ഇ ബൈ എം ടോ സി എന്ന് കിട്ടും. സോ ജെ ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ബൈ എം ടോ സി. അപ്പം നമ്മൾ കറണ്ട് ഡെൻസിറ്റി ജെയ്ക്ക് നമുക്ക് വേറൊരു ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമായിരുന്നു. ഇനി അടുത്തത് നോക്കാം. മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ. നമ്മൾ ഓംസ് ലോ പഠിച്ചിട്ടുണ്ട്. കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ് അപ്ലൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വരുന്ന കോൺസ്റ്റന്റിനെ റെസിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓംസ് ലോ. ഐയും വിയും ആറും തമ്മിലുള്ള ഒരു ഇക്വേഷൻ അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നോർമൽ ആയിട്ട് നമ്മൾ പറയുന്ന ഓംസ് ലോ. മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഐക്ക് പകരം ജെ യൂസ് ചെയ്യും, വിക്ക് പകരം ഇ യൂസ് ചെയ്യും, ആൻഡ് സിഗ്മ ഇവിടെ യൂസ് ചെയ്യും. ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ. ഇതാണ് നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളത് മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ കേട്ടോ. അപ്പം ഇത് അത്രയേ ഉള്ളൂ 12th ഇക്വേഷൻ. ഇനിയും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടുവച്ചിരുന്ന 11th ഇക്വേഷനും ജെ ഇസ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ലേ, അതും ഈ 12th
ഇക്വേഷനും കൂടി നമ്മൾ കമ്പയർ ചെയ്യുന്നു. LHS രണ്ടും J ആയതുകൊണ്ട് RHS നെ നമുക്ക് കമ്പയർ ചെയ്യാം. സോ സിഗ്മ ഇ ഈസ് ഈക്വൽ ടു NE സ്ക്വയർ E ബൈ M ടോ സി എന്ന് കിട്ടുന്നു. ദാറ്റ് ഇസ് സിഗ്മ ഈസ് ഈക്വൽ ടു ഇയും ഇയും ക്യാൻസൽ ചെയ്തു NE സ്ക്വയർ ടോ സി ബൈ M. സോ ഹിയർ ഈ സിഗ്മാനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് നമുക്ക് പറയുന്നത്. ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് റെസിപ്രോക്കൽ ആണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി. അപ്പോൾ 1 സിഗ്മയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. അപ്പം ഈ റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു 1 സിഗ്മ അത് വേണം എന്നില്ല, കാരണം നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ട് കണ്ടക്ടിവിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, റെസിസ്റ്റിവിറ്റി ചോദിച്ചിട്ടില്ല. സപ്പോസ് നിങ്ങൾക്ക് റെസിസ്റ്റിവിറ്റി വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കണ്ടുപിടിക്കാം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ആ കഴിഞ്ഞ സ്ലൈഡിലെ ആദ്യത്തെ ആ റെസിസ്റ്റിവിറ്റിയുടെ സ്റ്റെപ്പും ഈ സ്റ്റെപ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഈ ഒരു കണ്ടക്ടിവിറ്റിയിലേക്ക് വരാം. ഓക്കെ, കണ്ടക്ടിവിറ്റി ക്യാൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മൊബിലിറ്റി. ഇതാണ് നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത്. മൊബിലിറ്റി മ്യൂ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. അപ്പം നമ്മൾ കണ്ടക്ടിവിറ്റിനെ മൊബിലിറ്റിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോ മൊബിലിറ്റി മ്യൂ ഇസ് ഈക്വൽ ടു വി ഡി ബൈ ഇ എന്ന് എഴുതാം. വി ഡി എന്ന് പറയുന്നത് ഇ ബൈ എം ടോ സി ആണെന്നുള്ളത് കഴിഞ്ഞ സ്ലൈഡിൽ നിന്ന് നമുക്ക് കിട്ടി, ബൈ ഇ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ എം ടോ സി. കട്ട് ചെയ്യാനുള്ള ഇയും കട്ട് ചെയ്തപ്പോൾ ഇ ബൈ എം ടോ സി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനിയും ഇത് നോക്കിക്കേ, മ്യൂ ഇസ് ഈക്വൽ ടു ഇ ബൈ എം ടോ സി ആണല്ലോ കിട്ടിയത്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ സിഗ്മ ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ബൈ എം ടോ സി എന്നാണല്ലോ പഠിച്ചത് അല്ലേ. അപ്പൊ ഇതിനകത്ത് ഇ ബൈ എം ടോ സി ഇത്രയിന് പകരം നമ്മൾ എന്ത് ചെയ്തു, സിഗ്മ എന്നങ്ങ് കൊടുത്തു. സോ സിഗ്മ എന്നല്ല മ്യൂ എന്നങ്ങ് കൊടുത്തു. ഓക്കെ, സോ സിഗ്മ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, മ്യൂ എൻ ഇൻറ്റു ഇ എന്ന് കിട്ടും. സോ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ ആണ് മ്യൂ എൻ ഇ, വേർ മ്യൂ ഈസ് ദി മൊബിലിറ്റി, എൻ എന്ന് പറയുന്നത് നമ്പർ ആണ്, ഇ എന്ന് പറയുന്നത് ചാർജ് ആണ്. അപ്പൊ ഇത്രയും മതി നമുക്ക് കിട്ടാൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയായിരുന്നു ചോദിച്ചിരുന്നത്, ജെയും സിഗ്മയും അല്ലേ, കറണ്ട് ഡെൻസിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി രണ്ടിന്റെ ഡെഫിനിഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി നോക്കാത്തത് കൊണ്ട്. അപ്പോൾ ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളൊരു ബുക്കോ ഒരു പേപ്പറോ വല്ലോ എടുത്തിട്ട് ഓരോ ഇക്വേഷൻസും എഴുതി നോക്കുക. നമ്മൾ പുതിയതായിട്ട് ഒരു ഇക്വേഷൻ ഇവിടെ പഠിച്ചിട്ടില്ല, നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ വരെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽസ് ആണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ചോദിക്കുന്ന ന്യൂമറിക്കൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് കേട്ടോ. ഒരുപാട് ഡിഫിക്കൽട്ട് ന്യൂമറിക്കൽസ് ഒന്നും അങ്ങനെ ചോദിക്കുന്നില്ലല്ലോ. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത ഡെറിവേഷനിൽ നിന്നുള്ള ഏതെങ്കിലും ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം 9th ക്വസ്റ്റ്യൻ്റെ എ പാർട്ടിൽ നിങ്ങൾ ഏത് ഡെറിവേഷൻ ആണോ ചെയ്തത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാപ്റ്ററിൽ നിന്നുള്ള ഏത് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസിൽ നിന്നുള്ള ഒരു ന്യൂമറിക്കലും നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫെർമി ലെവൽ നകത്തു നിന്നുള്ള ഒരു പ്രോബബിലിറ്റിയുടെ ഒരു ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇൻ എ മെറ്റൽ കൺസിഡർ ദ എനർജി ലെവൽ ലൈങ് 0.01 ഇലക്ട്രോൺ വോൾട്ട് above the Fermi level. What is the probability of the level, this level being occupied by an electron at 300 Kelvin? ബോൾസ്മാൻ കോൺസ്റ്റന്റ് നമുക്ക് ഗിവൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ. നമുക്ക് എന്താ ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു മെറ്റൽ ഉണ്ട്, മെറ്റലിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് ഫെർമി ലെവലിന് എബോവ് ആയിട്ട് ലൈ ചെയ്യുകയാണ്, വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദിസ് ലെവൽ ഒക്കുപ്പൈ, ഇലക്ട്രോൺ എത്ര ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട് ഇവിടെ അറ്റ് 300 കെൽവിൻ, ഒരു ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആകെ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനെ പഠിച്ചിട്ടുള്ളൂ. പി ഓഫ് ഇ ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ടി. ഇതിനകത്ത് ഇ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന എനർജി ലെവൽ, ഇ എഫ് എന്ന് പറയുന്നത് ഫെർമി എനർജി ലെവൽ, കെ ബോൾസ്മാൻസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം ഈ ഇ മൈനസ് ഇ എഫ് നോക്കാം. ഇ മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എനർജി ലെവലും ഫെർമി എനർജി ലെവലും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എന്താ 0.01 ആണെന്നുള്ളത് ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട്. ഇ മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് 0-01 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ ഇട്ടാൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല, ജൂളിലാക്കണം.
സോ ഇ മൈനസ് സി എഫിനെ നമുക്ക് 0.01 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻19 ജൂള് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 1.6 ഇൻറ്റു 10⁻21 ജൂൾ എന്ന് കിട്ടും. ഇനി അടുത്തത് കെ എന്ന് പറയുന്നത് ഇവിടെ ബോൾസ്മാൻ കോൺസ്റ്റന്റ് 1.38 ഇൻറ്റു 10⁻23 ജൂൾ പെർ കെൽവിൻ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ടി എന്ന് പറയുന്നത് 300 കെ ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മുന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങ് കണ്ടുപിടിക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇ മൈനസ് സി എഫ് ബൈ കെ ടി. ഇ മൈനസ് സി എഫ് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കെ ഉണ്ട്, ടി ഉണ്ട്, എല്ലാം കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇ മൈനസ് സി എഫ് ബൈ കെ ടി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.386 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇ റേസ് ടു ആണ് ഇതിൻ്റെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ഇ റേസ് ടു 0.386 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.470 ആണെന്ന് കിട്ടും. സോ പി ഓഫ് ഇനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/1 പ്ലസ് 1.470 എന്ന് കിട്ടി, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.405 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെസ്സ് ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോവാം. നിങ്ങൾക്ക് മനസ്സിലാവാനും കൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന എന്താ? എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ വിത്ത് അപ്രോപ്രിയേറ്റ് ഡയഗ്രാം ആൻഡ് എക്സാമ്പിൾ എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ഡിഫറൻസ് പറയാം. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫീൽഡ്, ഒരു പർട്ടിക്കുലർ ഫീൽഡിന് താഴെ അവർ സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ഫീൽഡിന് മുകളിൽ അവർ കണ്ടക്ടേഴ്സ് ആവുന്നു. അല്ലെങ്കിൽ ടെമ്പറേച്ചർ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ പറയാം. ടെമ്പറേച്ചർ കുറച്ച് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ അവർ സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് മാറുന്നു. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞ് ആ ഒരു ട്രാൻസിഷൻ ടെമ്പറേച്ചറിൻ്റെ അപ്പുറത്തേക്ക് അവർ എന്തായിട്ട് മാറുന്നു? കണ്ടക്ടേഴ്സ് ആയിട്ട് മാറുന്നു. അതാണ് നമ്മുടെ നോർമൽ സൂപ്പർ കണ്ടക്ടേഴ്സ്. അത് തന്നെയാണ് നമ്മൾ ഈ ടൈപ്പ് 1-നകത്തും പറയുന്നത്. പക്ഷെ ടൈപ്പ് 2 അങ്ങനെയല്ല. ടൈപ്പ് 2-നൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റും കൂടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ നോർമൽ സ്റ്റേറ്റ്. ഇത് രണ്ടും കൂടാണ്ട് ഇവർ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റിൽ നിൽക്കും. എന്ന് വെച്ചാൽ കണ്ടക്ടർ ആണോ എന്ന്, നോർമൽ ആണോ എന്ന് ചോദിച്ചാൽ നോർമലും ആണ്, എന്നാൽ സൂപ്പർ ആണോ എന്ന് ചോദിച്ചാൽ സൂപ്പറുമാണ്. ആ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഇവർ കാണിക്കുന്നുണ്ട്. അതാണ് ഈ ടൈപ്പ് 2-ന്റെ പ്രത്യേകത. അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ക്ലിയർ ആവും. സോ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എക്സിബിറ്റ് കംപ്ലീറ്റ് മീസ്നർ എഫക്റ്റ്. അപ്പോൾ മീസ്നർ എഫക്റ്റും BCS തിയറി ഒക്കെ നമ്മൾ നമ്മുടെ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കണം കേട്ടോ. മീസ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടക്ടറിനെ എടുത്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അതിലേക്ക് കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറിനകത്ത് കൂടി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു സൂപ്പർ കണ്ടക്ടർ എടുത്ത് ഇതേ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറിന്റെ ഉള്ളിൽ കൂടെ പോവാതെ എക്സ്പെല് ചെയ്ത് പുറത്തുകൂടി ഒരു എന്താ പറയുക, ഈ റിഫ്ലക്റ്റ് ചെയ്യുന്നത് മാതിരി, റിഫ്ലക്റ്റ് എന്നല്ല ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത്, റിപ്പല് ചെയ്യുന്ന മാതിരി അല്ലേ. ഉള്ളിലേക്ക് പോകത്തില്ല, എക്സ്പെല് ചെയ്തിട്ട് ഒരു യു ടേൺ എടുത്തിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തിയറി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ലെക്ചർ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മീസ്നർ എഫക്റ്റ് ഒക്കെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് നോക്കാം കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എക്സിബിറ്റ് കംപ്ലീറ്റ് മീസ്നർ എഫക്റ്റ്. പക്ഷേ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ ഷോ കംപ്ലീറ്റ് മീസ്നർ എഫക്റ്റ് ബിലോ HC1. ബിലോ HC1 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ആ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ അല്ല, ബിലോ HC1. ഇവിടെ നമുക്ക് സൂപ്പർ കണ്ടക്ടറിന്റെ കേസിൽ ഒരു HC എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറേ ഉള്ളൂ. നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു നോർമൽ ഫീൽഡ്. പക്ഷെ സൂപ്പർ കണ്ടക്ടർ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിന്റെ കേസിൽ അങ്ങനെയല്ല. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിന്റെ കേസിൽ നമ്മളിവിടെ HC1 എന്നൊരു ഫീൽഡും പറയണം, HC2 എന്നൊരു ഫീൽഡും പറയണം. കാരണം ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഈ HC1-നും HC2-നും ഇടയിലെന്ന് പറയുന്നത് എന്താ? ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്. ബിലോ HC1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സൂപ്പർ കണ്ടക്ടർ. എബോവ് HC2 ഇറ്റ് ഇസ് എ നോർമൽ കണ്ടക്ടർ. അപ്പൊ അതിന്റെ ഇടയിൽ അവരെന്ത് കാണിക്കുന്നില്ല? മീസ്നർ എഫക്റ്റ് കാണിക്കുന്നില്ല. ബിലോ HC1 ആണെങ്കിൽ ഇറ്റ് ഷോ കംപ്ലീറ്റ് മീസ്നർ എഫക്റ്റ്.
and allow penetrating the superconductor between HC1 and HC2. Between HC1 and HC2, the material shows a region of mixed state. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ മിക്സ്ഡ് ആയിട്ട് കാണിക്കുന്നു. ഇനി സെക്കൻഡ് ആയിട്ട് നമുക്ക് നോക്കാം. എബോവ് ക്രിട്ടിക്കൽ ഫീൽഡ് HC, the superconductor become normal conductor. നമുക്കറിയാവുന്നതാണ് ക്രിട്ടിക്കൽ ഫീൽഡിന് എബോവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡ് കൂട്ടി ക്രിട്ടിക്കൽ ഫീൽഡും കഴിഞ്ഞ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ കണ്ടക്ടറിന്റെ ആ ഒരു പ്രോപ്പർട്ടി ബ്രേക്ക് ആയിട്ട് അതൊരു നോർമൽ കണ്ടക്ടർ ആയിട്ട് മാറും. പക്ഷേ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിന്റെ കേസിലോ ബിറ്റ്വീൻ HC1 ആൻഡ് HC2 സൂപ്പർ കണ്ടക്ടർ എക്സിസ്റ്റ് ഇൻ എ മിക്സഡ് സ്റ്റേറ്റ് കോൾഡ് വെർട്ടെക്സ് സ്റ്റേറ്റ് ആൻഡ് എബോവ് HC2 they comes in normal state. അപ്പോൾ HC2ന് മുകളിൽ അവർ എന്തായിരിക്കും സൂപ്പർ കണ്ടക്ടർ ആയിരിക്കും. ബിറ്റ്വീൻ HC1 ആൻഡ് HC2 ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. ബിലോ HC1 ഇറ്റ് ഇസ് എ സൂപ്പർ കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമ്മൾ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നും ടൈപ്പ് 2 അങ്ങനെ പെട്ടെന്ന് മാറാത്തത് കൊണ്ടും ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റുകളൊക്കെ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ ഒരു ഹാർഡ് സൂപ്പർ കണ്ടക്ടർ എന്നും വിളിക്കുന്നു. The critical field HC is relatively low. They can generate field about 100 to 1000 gauss ആണ് superconductor type 1ന്റെ കേസിൽ. ഇവിടെ the value of HC2 is very large. They are able to produce very high magnetic field. They can carry large current when magnetic field it is between HC1 and HC2. ഇനി അടുത്തത് ഇതിന്റെ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ 3 പോയിന്റുകൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മതി. ഈ നാലാമത്തെ പോയിന്റ് പറയണമെങ്കിൽ എഴുതണമെങ്കിൽ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് പറയുക. ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അലുമിനിയം, സിങ്ക്, ഗേലിയം ഒക്കെയാണ്. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് യൂഷ്വലി അലോയ്സ് ആയിരിക്കും. കാരണം അവർക്ക് ഒരു മിക്സഡ് സ്റ്റേറ്റുകൾ കാണിക്കണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു നോർമൽ ഒരു സിംഗിൾ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അലോയ്സ് ആയിരിക്കും നമ്മൾ എടുക്കുക. ലെഡ്, ഇൻഡിയം അലോയ് അതുപോലെയുള്ള അലോയ്സ് ആയിരിക്കും നമ്മൾ യൂഷ്വലി ടൈപ്പ് 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പ്രോപ്പർ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ ഗ്രാഫ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ആ ഗ്രാഫും കൂടിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രാഫ്. ഈ ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ടൈപ്പ് 1ൻ്റെയും സെക്കൻഡ് ഗ്രാഫ് എന്ന് പറയുന്നത് ടൈപ്പ് 2ൻ്റെയും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം. ദേ കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഫീൽഡ് തന്നതുകൊണ്ടാണ് നമ്മൾ ഫീൽഡും മാഗ്നറ്റൈസേഷനും ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടെമ്പറേച്ചർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചറിനനുസരിച്ചിട്ടുള്ള ഗ്രാഫും വരയ്ക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഇത് മാഗ്നറ്റൈസേഷനും ഇത് ഫീൽഡും ആണ് അല്ലേ, മാഗ്നറ്റൈസേഷനും ഫീൽഡും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ബിലോ ആ ക്രിട്ടിക്കൽ ഫീൽഡ് കണ്ടോ, HCക്ക് ബിഫോർ HC ഇവരെന്തായിട്ട് മാറും? ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട് മാറും. നമ്മൾ ഫീൽഡ് കൂട്ടി HCനെക്കാട്ടിലും വലിയൊരു വാല്യൂയിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ അതൊരു കണ്ടക്ടർ ആയിട്ട് മാറുന്നു. അതാണ് അപ്പോൾ ഇതിന്റെ ഗ്രാഫ് കണ്ടോ. പെട്ടെന്ന് നമുക്ക് ഈ ഗ്രാഫ് ഇങ്ങനെ തന്നെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. പക്ഷേ ടൈപ്പ് 2ന്റെ കേസിൽ എന്താ കണ്ടോ, ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് കണ്ടോ, ഇതിങ്ങനെ പോയിട്ട് ഇവിടെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിച്ചു കഴിഞ്ഞിട്ട് നേരെ താഴോട്ടൊരു ഡിപ്പ് ആവാറുണ്ട് അല്ലെ, നേരെ താഴോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ആവാറുണ്ടത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ എന്തേ കണ്ടോ, ഇതിന്റെ ഇടയിൽ ഒരു കർവ്ഡ് സ്റ്റേറ്റും കൂടി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അതൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിനെയാണ് കാണിക്കുന്നത് അല്ലേ. നമ്മള് പെതുക്കെ ഫീൽഡ് കൂട്ടി നമ്മൾ സീറോയിൽ നിന്ന് ഫീൽഡ് കൂട്ടി ഈ HC1ന്റെ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ വിചാരിക്കുന്നത്? സൂപ്പർ കണ്ടക്ടിങ് സ്വഭാവം മാറിയിട്ട് ഇതൊരു നോർമൽ ആവണം. അപ്പൊ ഡിപ്പ് താഴേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആവാറുണ്ടത്. പക്ഷെ ടൈപ്പ് 2ന്റെ കേസിൽ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരുന്നില്ല. കറക്റ്റ് അതെങ്ങനെയാ പോവാ? പതുക്കെ അത് എന്തായിട്ട് മാറുക? നോർമൽ ആയിട്ട് മാറുകയാണ്. അങ്ങനെ HC2ന് ആഫ്റ്റർ ആണ് അത് നോർമൽ ആയിട്ട് മാറുന്നത്. കണ്ടോ, അപ്പൊ ഇങ്ങനൊരു കർവ് വരുന്നുണ്ട് ടൈപ്പ് 2ന്റെ കേസിൽ. ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു ഡിഫറൻസ്. ഈ ഡോട്ടഡ് ലൈൻ നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്താ, ഇങ്ങനെയായിരുന്നു ആകേണ്ടത്, പക്ഷെ ഇങ്ങനെയല്ല അത് വന്നത്. അത് പോകുന്നത് ഒരു കർവ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഞാനിത് റിവിഷൻ സീരീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുവാണെങ്കിൽ നമ്മുടെ ലെക്ചർ വീഡിയോസിൽ ഇതൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡൗട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ ലെക്ചർ സീരീസ് കൂടിയിട്ട് കാണാം കേട്ടോ. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് ബി പാർട്ടിനകത്തുനിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൂപ്പർ കണ്ടക്ടറിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 6 ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്.
അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ നമുക്കറിയാവുന്ന സൂപ്പർ കണ്ടക്ടറിൻ്റെ 6 ആപ്ലിക്കേഷനാണ് ഇത്. ഞാൻ 6 കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിയാവുന്ന വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പവർ ട്രാൻസിഷൻ ആണ് അല്ലേ. പവർ ട്രാൻസിഷനിൽ കാരണം ലോസ് വളരെയധികം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പവർ ട്രാൻസിഷൻ ഫീൽഡിൽ യൂസ് ചെയ്യാം. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റുകളാണ് അല്ലേ. മാഗ്നറ്റുകളുടെ കേസസിൽ നമുക്ക് സൂപ്പർ കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് മാഗ്ലവ് വെഹിക്കിൾസ്. നമ്മൾ മാഗ്ലവ് ട്രെയിൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ പുറത്തൊക്കെ. അപ്പോൾ ഈ മാഗ്ലവ് ട്രെയിൻസ് നമുക്ക് കാണാം പാളത്തിൽ കൂടി മുട്ടാണ്ട് നമ്മുടെ നോർമൽ ട്രെയിൻ പോകുന്ന പോലെയല്ല, ഒരു എലിവേഷൻ ഫീൽ ചെയ്തിട്ട് അല്ലേ പാളത്തിൽ കൂടെ മുട്ടാണ്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. അവിടെയും ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് മാഗ്നറ്റ്സിൻ്റെ ഒക്കെ യൂസ് ആണ് വന്നിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഫോർത്ത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെരി ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡയഗ്നോസിസ് എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ റിസർച്ച് ഡയഗ്നോസിസിൻ്റെ ഒക്കെ കേസിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്ക്വിഡ്സിൻ്റെ കേസിൽ സൂപ്പർ സ്ക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സൂപ്പർ കണ്ടക്ടിങ് ക്വാണ്ടം ഇൻ്റർഫെറൻസ് ഡിവൈസസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ നമ്മുടെ മൈന്യൂട്ട് ചേഞ്ചസ് നമ്മുടെ ബ്രെയിനിലൊക്കെ ഉണ്ടാകുന്ന ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന മൈന്യൂട്ട് ചേഞ്ചസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വിഡ്സ് യൂസ് ചെയ്യുക. അതുപോലെ കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് അതും എന്തെന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവരുടെ പവർ ലോസ് ഭയങ്കര കുറവായതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ. ഫോർ ദ പ്രോഗ്രസ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി ഹീറ്റ് ഭയങ്കര കുറവായിരിക്കും ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ടെക്നോളജി പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് 6 ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ വായിച്ച് നോക്കിയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, വായിച്ച് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ മൊഡ്യൂൾ 1ൻ്റെ 9th and 10th ക്വസ്റ്റ്യൻസ് ആയിരുന്നു മൊഡ്യൂൾ 1-ലുള്ളത്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൊഡ്യൂൾ 2-ലുള്ള ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 2-ൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളുടെ മൊഡ്യൂളിൽ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ നിങ്ങൾക്ക് ഉണ്ട് ഫിസിക്സിലെങ്കിൽ നിങ്ങളത് വിടരുത്, നിങ്ങൾ പഠിച്ചുകൊണ്ടേ പോകാവൂ. കാരണം എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിൽ ആകെ നമുക്ക് കുറച്ച് ടോപ്പിക്സ് അല്ല നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിനകത്തുള്ളൂ. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷൻ, പിന്നെ ക്വാണ്ടം ടണലിങ്, ടൈം ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ, പാർട്ടിക്കിൾ ഇൻ എ 1-dimensional ബോക്സ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത്, ഏത് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് ആയാലും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് നോക്കിയിട്ട് പോകാം. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രയും ഡെറിവേഷനേ വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ നന്നായിട്ട് പഠിച്ചിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് നമുക്ക് വരും. അപ്പോൾ അത് പഠിച്ചിട്ട് പോകാം കേട്ടോ. സോ ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ, എക്സ്പ്ലെയിൻസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് വേവ് ഫംഗ്ഷൻ, അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമുക്കിപ്പം നമ്മുടെ മാർഗം അനുസരിച്ചിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതുക. ഓക്കെ. സോ വേവ് ഫംഗ്ഷൻ psi enable all possible information about the particle അല്ലെ. ഒരു പാർട്ടിക്കിളിൻ്റെ എവിടെ എപ്പോൾ എങ്ങനെ എന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും തരുന്ന ഒരു സംഭവമാണ് ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. The value of wave function associated with a moving particle at the position coordinate x, y, z in a space and a time t is related in finding the particle at a certain location and a certain period of time. എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് ചുരുക്കി പറഞ്ഞാൽ, ഒരു പാർട്ടിക്കിൾ വേവ് ഫംഗ്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്, അതിൻ്റെ ടൈം, അതിൻ്റെ ലൊക്കേഷൻ, ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനിയും ഇഫ് psi represent the probability of finding the particle then it can have a 2 cases. ഇപ്പം psi എന്ന് പറയുന്ന ഫംഗ്ഷന് അതിനൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. പക്ഷേ ഇതിനൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എപ്പോഴാണ് വരുന്നത്, നമ്മൾ ഇതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഉണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ എന്താ ഈ പ്രോബബിലിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്താൽ അവിടെ നമുക്ക് പാർട്ടിക്കിളിനെ ഫൈൻഡ് ചെയ്യാനുള്ളൊരു ചാൻസ്, അതാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയും. അപ്പോൾ ഇതിന് 2 കേസസ് ആണ് പ്രോബബിലിറ്റിക്ക് ഉള്ളത്. ഒന്നെങ്കിൽ അവിടെ ഉണ്ട്, ഇല്ലെങ്കിൽ അവിടെ ഇല്ല. അങ്ങനെ ഉള്ള 2 കേസസ് ആണ്. സോ
ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അല്ലേ, നമ്മളിപ്പോൾ ഒരു ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറയാനാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് പ്രോബബിലിറ്റി ഇല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്ന പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഈസ് 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റീവ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബബിലിറ്റി പറയുന്നത്. ഇനി അവിടെ പാർട്ടിക്കിൾ കാണാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു നെഗറ്റീവ് പ്രോബബിലിറ്റിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. സോ അതാണ് നമുക്കിവിടെ പറയുന്നത്. പക്ഷെ നമ്മൾ യൂഷ്വലി ഈ നെഗറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാറില്ല. നമ്മൾ കൂടുതലും നിങ്ങൾ കണ്ടിട്ടില്ലേ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 0 ആണ് അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയാണ് പറയുക. ഓക്കെ, സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? സൈ എന്ന് പറയുന്നത് ഇസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സൈക്കകത്ത് ഒരു ഐയുടെ ടേംസ് വരും അല്ല, അതാണ് നമ്മൾ കോംപ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറയാം, സൈനെ നമുക്ക് a+ib എന്ന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം അതിനകത്തൊരു ഐ വന്നല്ലോ, അപ്പൊ നമുക്ക് പറയാം ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് പ്രോബബിലിറ്റി. സോ സൈക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ മീനിങ് ഇല്ല. പക്ഷേ വെൻ വി ഫൈൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് അല്ലെ, മോഡ് സൈ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ കിട്ടും. ഇനി എങ്ങനെയാണ് നമ്മൾ മോഡ് സൈ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ. ഇപ്പൊ സൈ ഈസ് ഇക്വൽ ടു a+ib ആണ്. സൈയുടെ സ്റ്റാർ കണ്ടുപിടിക്കണം, കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണം. a+ib-നെ നമുക്ക് എങ്ങനെ എഴുതാം? കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ a-ib എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി p ഇസ് ഈക്വൽ ടു മോഡ് സൈ സ്ക്വയർ. മോഡ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സൈ സ്റ്റാർ ദാറ്റ് ഈസ് ഈക്വൽ ടു a+ib ഇൻറ്റു a-ib ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐയുടെ സ്ക്വയർ -1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സൈ സ്റ്റാർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? a² + b² എന്ന് ചെയ്ത് നോക്കണം കേട്ടോ. a² + b² എന്ന് കിട്ടും. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ. ഇത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് പാർട്ടിക്കിൾ കാണാനുള്ള സാധ്യത പറയാം. നെഗറ്റീവ് അല്ലെങ്കിൽ 0 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ, അവിടെ പാർട്ടിക്കിൾ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാം. ഇനി അടുത്തതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇഫ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ വോളിയം v, ഒരു പാർട്ടിക്കിൾ v വോളിയത്തിൽ മൂവ് ചെയ്യുവാണ്, then the probability of the finding particle in a volume element dv surrounding the point x, y, z and t is pdv ആണല്ലോ. ഒരു v വോളിയത്തിൽ ഒരു പാർട്ടിക്കിൾ പോവാണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഫുള്ളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, നമുക്കൊരു ചെറിയ എലമെന്റ് എടുക്കാം, വോളിയത്തിന്റെ ഒരു കുഞ്ഞ് എലമെന്റ് dv ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ dvയിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിനെ നമുക്ക് pdv എന്ന് എടുക്കാമല്ലോ. പ്രോബബിലിറ്റി p ആണ്, v വോളിയത്തിൽ കാണുന്ന അല്ലെങ്കിൽ dv വോളിയത്തിൽ കാണുന്ന പ്രോബബിലിറ്റിനെ pdv എന്ന് നമുക്ക് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ -∞ to ∞ mod psi square dv is equal to 1 if particle is present, 0 if particle do not exist. അപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്യാം. നമുക്ക് സൈ എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ഇൻഫിനിറ്റി തൊട്ട് -∞ വരെ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു റേഞ്ച് ഒക്കെ തരും. ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് L to -L അല്ലെങ്കിൽ -1 to 1 അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലെങ്ത് തരുമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ നമുക്ക് പാർട്ടിക്കിളിനെ കാണണം. അപ്പം നമുക്ക് ആ തന്നിരിക്കുന്ന ലിമിറ്റ് ഏതാണോ വാല്യൂ തന്നിരിക്കുന്നത് ലിമിറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് -∞ to ∞ എടുക്കുന്നു. മോഡ് സൈ സ്ക്വയർ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ അറിയാം, നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തു. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ഈ കിട്ടുന്ന ഉത്തരം ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ പാർട്ടിക്കിൾ ഉണ്ട്. 0 ആണെങ്കിൽ നമുക്ക് പറയാം ആ വോളിയത്തിൽ പാർട്ടിക്കിൾ ഇല്ല. ഇതിനെയാണ് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇതാണ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് വേവ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതും ടൈം ഡിപ്പെൻഡൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. ടൈം ഡിപ്പെൻഡൻ്റ് ആണോ ടൈം ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളത് നോക്കുക. ടൈം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തോന്നുന്നു, കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ. രണ്ടും അത്യാവശ്യം ഉണ്ട്. അപ്പം നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ടൈം ഡിപ്പെൻഡൻ്റ്. അതും അവർ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് ഫ്രം ദി ഇക്വേഷൻ ഓഫ് പ്ലെയിൻ വേവ്, ജനറൽ പ്ലെയിൻ വേവിന്റെ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ജനറൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ വേവിന്റെ വേവ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് psi is equal to psi 0 e raised to -i omega t എന്ന് നമുക്ക്
എഴുതാം. ഇതാണ് ജനറൽ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡോ സൈ ബൈ ഡോ ടി എടുക്കുന്നു. ഈ സൈനെ ഡിറൈവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു ഐ ഒമേഗ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനിയും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒമേഗ ഇസ് ഈക്വൽ ടു 2π മ്യൂ ആണ് അല്ലെ, ആംഗുലാർ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 2π മ്യൂ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇൻറ്റു ഐ മൈനസ് ഐ 2π മ്യൂ എന്ന് നമുക്ക് കിട്ടും. മൈനസ് ഐ ഒമേഗയ്ക്ക് പകരം മൈനസ് ഐ 2π മ്യൂ എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഓൾറെഡി നമ്മളിവിടെ പഠിച്ചായിരുന്നു സൈ എന്ന് പറയുന്നത് എന്താ? സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു സൈ 0 ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തെടുക്കാം? സൈ എന്ന് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബാലൻസ് ഇവിടെ എന്തോ ഉണ്ട്? മൈനസ് ഐ 2π മ്യൂ. അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ 2π മ്യൂ സൈ എന്ന് കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് നമ്മൾ കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1, 2, 3. ഓക്കെ, ഇനിയും എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ ഇസ് ഈക്വൽ ടു എച്ച് മ്യൂ. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, മ്യൂ ഫ്രീക്വൻസി ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനിയും ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ മ്യൂ ഇസ് ഈക്വൽ ടു ഇ ബൈ എച്ച് എന്ന് എഴുതാലോ? എഴുതാം. ഇനിയും ഇതിനെ നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു? ഇക്വേഷൻ നമ്പർ 4നെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 in 3. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഡോ സൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ 2π മ്യൂവിന് പകരം ഇ ബൈ എച്ച് സൈ എന്ന് നമുക്ക് കിട്ടും. അത് നെക്സ്റ്റ് സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടി. ഈ ഇക്വേഷനെ നിങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിക്കേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു? എച്ച് ബൈ 2πനെയാണ് അല്ലേ? ദേ കണ്ടോ, എച്ച് ബൈ 2πനെയാണ് നമ്മൾ എച്ച് കട്ട് എന്ന് എഴുതുന്നത്. അപ്പം നമുക്ക് ആ ഒരു എച്ച് കട്ടിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു 2π ഉണ്ടല്ലോ മേളിൽ. ഈ 2πനെ നമ്മളിങ്ങനെ താഴേക്ക് എഴുതാം. എന്ന് പറഞ്ഞാൽ എച്ച് ബൈ 2π എന്ന് എഴുതിയാലും അതെന്താ? റെസിപ്രോക്കൽ ആക്കുമ്പം 2π എന്തായാലും മുകളിലേക്ക് പോകും. അപ്പോൾ എച്ച് ബൈ 2π എന്ന് എഴുതിയാലും ഇ ഇൻറ്റു 2π ബൈ എച്ച് എന്ന് എഴുതിയാലും സെയിം തന്നെയാണ് അല്ലേ? അതിൻ്റെ സെൻസ് സെയിം തന്നെയാണ്. അപ്പം നമുക്ക് അപ്പോൾ എച്ച് കട്ട് എന്നുള്ളൊരു ടേമിലേക്ക് നമുക്ക് എത്താനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്തത്. സോ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇ ബൈ എച്ച് ബൈ 2πനെ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് കട്ട് എന്ന് എഴുതി. സോ ഇ ബൈ എച്ച് കട്ട് സൈ എന്ന് നമുക്ക് കിട്ടി. ഇനിയും നമ്മൾ മുകളിലും താഴെയും എന്ത് വെച്ചിട്ട് ചെയ്യുന്നു? ഐ കൊണ്ടിട്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുന്നു. മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് വിത്ത് ഐ. സോ ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇ ബൈ എച്ച് കട്ട് സൈ ഇൻറ്റു ഐ ബൈ ഐ എന്ന് എഴുതി. ഇനി എന്താ നമ്മളിത് ചെയ്തതെന്ന് അറിയാമോ? ഐ ഇൻറ്റു ഐ എന്താ? ഐ സ്ക്വയർ ആണെന്നറിയാം. ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? -1 ആണെന്നറിയാം. ആ മൈനസും ഈ ഇവിടെ കിടക്കുന്ന ഓൾറെഡി ഉള്ള മൈനസും കൂടെ എന്തായിട്ട് മാറണം? പോസിറ്റീവ് ആയിട്ട് മാറി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇ ബൈ എച്ച് കട്ട് സൈ ബൈ ഐ. നമ്മുടെ ഐ സ്ക്വയർ -1 ആയി, -1 -1 +1 ആയി. അപ്പോൾ അത് കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ ഇ ബൈ എച്ച് കട്ട് സൈ ബൈ ഐ എന്ന് കിട്ടി. ഇനി ഇക്വേഷനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇക്വേഷൻ നമ്പർ 5. ദ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഈസ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള, ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള ഡെറിവേഷൻ ആണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. അറിയാത്തവർ നമ്മുടെ ലെക്ചർ വീഡിയോസ് നോക്കുക. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചത്? ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് വി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഈ സൈനെ നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് കയറ്റി എഴുതി, അത്രയേ ഉള്ളൂ. ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ സൈ മൈനസ് വി സൈ ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂ ഓഫ് 5 in 6. ഈ ഫിഫ്ത്ത് വാല്യൂവിനെ നമ്മൾ 6ലേക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൈക്ക് പകരം നമ്മൾ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ എച്ച് കട്ട് സ്ക്വയർ
ഐ എച്ച് കട്ട് ഈ സൈക്ക് പകരം ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി മൈനസ് വി സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഇനിയും റീഅറേഞ്ച് ചെയ്യുന്നു. എങ്ങനെയാ റീഅറേഞ്ച് ചെയ്യാം? ഡെൽ സ്ക്വയർ സൈനെ മാത്രം ഇവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാത്തിനെയും ഒരുമിച്ച് അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഈ എൻറ്റയർ ടേം പോസിറ്റീവ് ടേം ആണ്, പ്ലസ് 2m/, ഇത് എത്ര ഒറ്റ ടേം അല്ലേ? അപ്പൊ ഇത് എൻറ്റയർ പോസിറ്റീവ് ആണ്. ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എൻറ്റയർ ടേം നെഗറ്റീവ് ആയിട്ട് മാറുന്നു. സോ ഡെൽ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു മൈനസ് 2m/h², ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി മൈനസ് വി സൈ എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യുക? ഒന്നുകൂടെ എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m, അവിടുന്ന് മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഡെൽ സ്ക്വയർ സൈ ഇസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി മൈനസ് വി സൈ. ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, വേറെ ഒന്നും സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇനി മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ സൈ, ഇവിടെ കിടക്കുന്ന മൈനസ് വി സൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. പ്ലസ് വി സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. ഇനി നോക്കിക്കേ, ഇവിടെ രണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് സൈ രണ്ടും കോമൺ ഉണ്ട്. അപ്പൊ സൈനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ എഴുതാം നമുക്ക്? മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വി ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി എടുത്തു. ഇനിയും ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലെ ഒരു ഓപ്പറേറ്റർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇതൊരു ഓപ്പറേറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത്, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുക. എച്ച് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. സോ മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വിനെ നമ്മൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾ അങ്ങ് മനസ്സിലാക്കുക. നമ്മുടെ ഓപ്പറേറ്റേഴ്സ് അല്ലേ, നമ്മൾ മാത്സിലെ സബ്ട്രാക്ഷൻ അഡീഷൻ ഓപ്പറേറ്റേഴ്സ് പഠിക്കുന്നത് പോലെ നമുക്ക് ഫിസിക്സിൽ കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഓപ്പറേറ്റർ ആണ് ഇത്. ഓക്കെ, സോ ഈ വാല്യൂ നമ്മൾ ഏഴാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അതുപോലെ ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇ സൈ ആയിരുന്നു അല്ലേ? ഇ സൈ ഇസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ആണെന്ന് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ഇത് ഹാമിൽട്ടൺ ഓപ്പറേറ്റർ എച്ച്, ബാക്കി സൈ ഇസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഇ സൈ. ഇതാണ് നമ്മുടെ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. കാരണം ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇ സൈ എന്ന് പറഞ്ഞാൽ എന്താ? ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ചേച്ചി ഇന്ന് അമ്മു ട്യൂഷന് വരത്തില്ലേ? ആദേശിക്കാണെങ്കിൽ എന്തോ പാട്ടോ ഡാൻസോ ഏതാണ്ട് ഉള്ളതുകൊണ്ട് അവൾ വരുന്നില്ല. അപ്പം അമ്മു ആദ്യം കാണുമല്ലോ അല്ലയോ? അപ്പം അമ്മു ആദ്യം വിടുവാണെങ്കിൽ ഒരു 11:30 വിട്ടോ, നമ്മൾ എന്നും വരുന്ന സമയത്തിന്. മാത്സ് കൊടുത്തു വിട്ടോ, അപ്പോൾ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിക്കാമല്ലോ. ഇന്ന് ദ്വാദശി ഇല്ലല്ലോ, അപ്പോൾ അത് കൊടുത്തു വിട്ടോ. ഓക്കെ, ഇനി നമുക്ക് മൊഡ്യൂൾ 2-ലെ നമുക്ക് മൊഡ്യൂൾ 2-ൽ 11th-ഉം 12th-ഉം 11th ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 12th ക്വസ്റ്റ്യൻ നോക്കാം. 12th ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനായ നമ്മുടെ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല് അതാ ചോദിച്ചിരിക്കുന്നത്. ഇത് പല രീതിയിൽ ചോദിക്കാം കേട്ടോ. 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ല്, പൊട്ടൻഷ്യൽ വെല്ല്, സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇതൊരു നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഏഗൺ ഫംഗ്ഷൻ. ഏഗൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എനർജിയുടെ വാല്യൂ അല്ലേ, ഇ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നുണ്ട്. അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഫൈനൽ ഡെറിവേഷൻ്റെ ലാസ്റ്റിൽ കിട്ടുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ കംപ്ലീറ്റ് ഡെറിവേഷൻ എഴുതാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ നോക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു പൊട്ടൻഷ്യൽ വെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുന്നു. Let us consider a particle restricted to move along the x-axis between 0, x is equal to 0 and x is equal to l. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ മാത്രം മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ, വൈയിലും ഇസഡിലും ഒന്നും ഇതിന് മൂവ്മെന്റ് പോസിബിൾ അല്ല, എക്സിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും എക്സിന്റെ 0 തൊട്ട് x is equal to l എന്ന് പറയുന്ന ഈ ഒരു പൊട്ടൻഷ്യൽ വെല്ലിൽ ട്രാപ്പഡ് ആയിട്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആണ്. ഓക്കെ,
by ideally reflecting infinitely high walls of the infinite potential well as shown in the figure. Suppose the potential energy V of the particle is 0 inside the box. ഇതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഡെറിവേഷൻ എഴുതുമ്പം ആദ്യം ഫസ്റ്റ് ലൈൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് സപ്പോസ് ദ പൊട്ടൻഷ്യൽ എനർജി വി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് 0 ഇൻസൈഡ് ദ ബോക്സ്. എപ്പോഴും ഓർക്കുക, പൊട്ടൻഷ്യൽ വെല്ലിന്റെ ഉള്ളിലത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0യും പുറത്തായി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻഫൈനിറ്റി. അപ്പം വി 0 ഇൻസൈഡ് ദ വെൽ, ദേ കണ്ടോ, വെല്ലിന്റെ പുറത്താണെങ്കിൽ ഇറ്റ് ഇസ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ആ കണ്ടീഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ളൊരു കേസിൽ the particle is said to be moving in an infinitely deep potential well time in order to evaluate the wave function in the potential well. Schrödinger equation independent Schrödinger equation നമുക്കറിയാം del square psi plus നമുക്ക് ഈ ഒരു പാർട്ടിക്കിളിന്റെ Schrödinger wave equation മൈനസ് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതിനൊരു വേവ് നേച്ചർ ഉണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു ലെക്ചർ ആണ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും പോയിട്ട് ടൈം ഇൻഡിപെൻഡന്റ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ആയിട്ട് പോകുന്ന ഒരു ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ വന്ന് പോവുകയാണെങ്കിൽ അതിനൊരു വേവ് ഫങ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഇവിടെ നമ്മൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ വെച്ചിട്ട് അതിന്റെ ഇക്വേഷൻ എന്തായാലും പോയിട്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ മൊഡ്യൂൾ 0 ആയിരിക്കും. ഇൻസൈഡ് ദ വെല്ലിലാണ് നമ്മുടെ പാർട്ടിക്കിൾ ഒക്കെ പറ്റിയിട്ട്, അതുകൊണ്ട് നമുക്ക് ഇൻസൈഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് വിനെ നമ്മൾ 0 ആയിട്ട് നമ്മൾ പറഞ്ഞു, ഇക്വേഷൻ 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം പൊട്ടൻഷ്യലിന്റെ അകത്ത് വെല്ലിനകത്താണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്, അകത്ത് വി 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡെൽ സ്ക്വയർ സൈ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഈ സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഡെൽ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതി? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് എഴുതി. കാരണം എക്സിൽ മാത്രം മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഡെൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ വരും. പക്ഷെ ഇവിടെ നമ്മുടെ പാർട്ടിക്കിൾ എക്സിൽ മാത്രം മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആയതുകൊണ്ട് നമുക്ക് വൈനെ ഇസഡിനെയും പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതെല്ലാം 0 ആയിരിക്കും. സോ നമുക്ക് ഡെല്ലിനെ എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ സൈ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനിയും നമുക്ക് ഡെറിവേഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട, അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എൻറ്റയർ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയറിനെ നമുക്ക് കെ സ്ക്വയർ എന്നങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇതെല്ലാം കോൺസ്റ്റന്റ് ആണല്ലോ, 8 പൈ എം ഇ എച്ച് ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന് എൻറ്റയർ ടേമിനെ നമുക്കൊരു കോൺസ്റ്റന്റ് കെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 2. ഒന്നും ചെയ്തില്ല, കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനിയും നമ്മൾ ഫിസിക്സിലും മാത്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിൽ കൂടുതലും പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോമിലുള്ള ഡെറിവേറ്റീവ് ഇക്വേഷൻ ആണ് ഡി സ്ക്വയർ എഫ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എഫ് ഇസ് ഈക്വൽ ടു 0. ഈ ഫോമിൽ കിടക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓൾവേസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് ആയിരിക്കും. ഇതേ ഫോമിലാണല്ലോ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനും കിടക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? ഇവിടെ എഫ് ആയിരുന്നു, അപ്പൊ എഫ് ഓഫ് എക്സ്. ഇവിടെ സൈ ആയിരുന്നു, അപ്പൊ സൈ ഓഫ് എക്സ്. സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് നമുക്ക് എഴുതാം. വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ചുമ്മാതൊരു ഇക്വേഷൻ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും ലെക്ചർ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോൺസ്റ്റന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനിയൊത്തെ കാര്യം. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന വഴിയിലാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ഏഗൻ ഫംഗ്ഷനെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു എല്ലും, അതാണല്ലോ നമ്മുടെ വെല്ലിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ദ വെല്ലും പാർട്ടിക്കിളിനെ കാണാൻ നമുക്ക് സാധ്യതയില്ല, ബൗണ്ടറിയിലും നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റത്തില്ല. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ 0 ആയിരിക്കും. ഇൻസൈഡ് ദ വെല്ല് മാത്രമേ നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻസൈഡ് ദ വെല്ല് മാത്രമേ 1 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ഏത് കണ്ടീഷൻ എടുത്താലും സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഫസ്റ്റ് ബൗണ്ടറിയിൽ എക്സ് 0 ആയിരിക്കുന്ന സമയത്ത് പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ആ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സൈൻ 0
പ്ലസ് ബി കോസ് 0 ഇസ് ഈക്വൽ ടു 0. കാരണം എക്സ് 0 ആണല്ലോ, അപ്പോൾ കെ എക്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു 0 0 വരും. അങ്ങനെ സൈ ഓഫ് എക്സും 0 ആണ്. അങ്ങനെ നമുക്ക് ഇത് എഴുതാം. അപ്പം ആർ എച്ച് എസ് 0 ആണെങ്കിൽ എൽ എച്ച് എസിന്റെ സമ്മ് 0 പ്ലസ് 0 വന്നെങ്കിലല്ല നമുക്ക് 0 വരത്തുള്ളൂ അല്ലേ. അപ്പം എ സൈൻ 0യും 0 ആവണം, ബി കോസ് 0യും 0 ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് 0 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, സൈൻ 0 എന്ന് പറയുന്നത് എന്താ, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ സൈൻ 0 0 ആയാൽ മതി അല്ലേ. അപ്പോൾ 0 ഇൻറ്റു എ എന്ന് പറയുന്നത് 0. അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ സൈൻ 0 0 ആണ്. അതുകൊണ്ട് നമുക്ക് എ ഇൻറ്റു 0 എന്ന് പറയുന്നത്, അപ്പോൾ എ ഒരിക്കലും 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എ എന്തും ആവാം. ഇവിടെ സൈൻ 0 0 ആയതുകൊണ്ടാണ് ഈ ഒരു എൻ്റയർ ഫംഗ്ഷൻ 0 ആയത്. പക്ഷെ ഇവിടെ ബി കോസ് 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോസ് 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആരാണ് ഉറപ്പായിട്ടും 0 വരേണ്ടത്, ബി 0 വന്നെങ്കിലല്ല ഇതും 0 ആവത്തുള്ളൂ. 0 പ്ലസ് 0 വരണമെങ്കിൽ ആരെങ്കിലും ഒരാൾ 0 ആവണം. ഇവിടെ സൈൻ 0 0 ആയി, എ 0 ആവണം എന്ന് നിർബന്ധമില്ല, ആകാം ആകാതെ ഇരിക്കാം. പക്ഷെ ഇവിടെ കോസ് 0 1 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും 0 ആവേണ്ടത് ആരാ, ബി ആണ്. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ബി ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ, അപ്പം നമുക്ക് ഫസ്റ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടി, എയുടെയും ബിയുടെയും വാല്യൂവിനകത്ത് എയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ല, ബിന്റെ വാല്യൂ നമുക്ക് കിട്ടി, ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇതേപോലെ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തിട്ട് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുവാണ്. പക്ഷെ അവിടുന്ന് നമുക്ക് എ അല്ല കിട്ടുന്നത്, സംതിങ് എൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതെന്താന്ന് നോക്കാം. Again we have psi of x is equal to 0 at x is equal to L എന്ന് നമുക്ക് എഴുതാം, രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, എ സൈൻ എക്സിന് പകരം എൽ, അപ്പോൾ കെ എക്സിന് പകരം കെ എൽ പ്ലസ് ബി കോസ് കെ എക്സിന് പകരം കെ എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ 0 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0. എഗെയിൻ ആ കണ്ടീഷൻ നമുക്ക് എടുക്കാം. ബി ഇസ് ഈക്വൽ ടു 0 ആണെന്ന് ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പം ഇവിടെ ബി 0 ആയി. ഇവിടെ ബി 0 ആയതുകൊണ്ട് ബി കോസ് കെ എൽ 0 ആയി എന്നുള്ളത് നമുക്ക് കൺഫേം ആയി. എ സൈൻ കെ എല്ലിന്റെ കാര്യം ഇപ്പോഴും നമുക്കറിയത്തില്ല. എ എന്തായാലും 0 അല്ല, 0 ആകാം ആകാതെ ഇരിക്കാം. സൈൻ കെ എൽ എന്താണ് എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ എൻറ്റയർ ടേം എന്ന് പറയുന്നത് 0 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0 അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ബി 0 ആയതുകൊണ്ട് ഈ എൻറ്റയർ ടേം ബി കോസ് കെ എൽ 0 ആയി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഉറപ്പായിട്ടും എ സൈൻ കെ എൽ എന്തായിരിക്കണം, എൻറ്റയർ ടേം ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. എ 0 ആവാം, സൈൻ കെ എൽ 0 ആവാം, എന്തെങ്കിലും ആകാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എ സൈൻ കെ എൽ 0 ആകണം. സോ ഇംപ്ലൈസ് എ സൈൻ കെ എൽ ഇസ് ഈക്വൽ ടു 0. ഇവിടെയും നമുക്ക് എയുടെ വാല്യൂ കിട്ടുന്നില്ല. ഇനി എന്താ നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. സോ നമുക്ക് എന്ത് എഴുതാം, എ സൈൻ കെ എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൈൻ കെ എൽ എ ഇപ്പുറത്ത് വരുമ്പം 0 ബൈ എ ദാറ്റ് ഈസ് 0. സൈൻ കെ എൽ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ കെ എല്ലിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് 0 എന്ന് എഴുതാം അല്ലേ. എന്ന് പറഞ്ഞാൽ കെ എൽ എന്ന് പറയുന്നത് സൈനിൻ്റെ 0 വരുന്ന വാല്യൂസ് വരും എന്നാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം അല്ലേ. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കെ എൽ ഇസ് ഈക്വൽ ടു എന്താവണം, എൻ പൈ ആവണം അല്ലേ. പൈ 2 പൈ 3 പൈ 4 പൈ ഈ വാല്യൂസിനൊക്കെയാണല്ലോ സൈനിന് 0 വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ എൻ പൈ എന്ന് എടുത്തത്. സോ കെ എൽ ഇസ് ഈക്വൽ ടു എൻ പൈ എന്ന് നമുക്ക് കിട്ടും, സൈനിന് 0 വരുന്ന വാല്യൂസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എൻ പൈ ബൈ എൽ, വേറെ എൻ ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര എന്ന് നമുക്ക് എഴുതാം. സോ നമ്മൾ എ കണ്ടുപിടിക്കാൻ വിചാരിച്ചു, പക്ഷെ നമുക്ക് എ അല്ല കിട്ടിയത്, നമുക്ക് പകരം എന്ത് കിട്ടി, കെയുടെ വാല്യൂ ആ കിട്ടിയത്. കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടിയത്. സോ കെ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് എഴുതാം. പക്ഷെ നമ്മൾ ഓൾറെഡി ഈ ഡെറിവേഷൻ തുടങ്ങുന്ന സമയത്ത് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പം നമുക്ക് കെ സ്ക്വയറിന് 2 വാല്യൂസ് കിട്ടി. അപ്പോൾ എൽ എച്ച് എസ് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ആർ എച്ച് എസ് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഈ എയ്ഗൺ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതേ കണ്ടോ, E is equal to n square h square by 8ml square. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, കാരണം ഇതിൽ ഇനി ഒരു ന്യൂമറിക്കലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, എനർജി ലെവലുകളുടെ വാല്യൂസ് ആ കിട്ടിയത് അല്ലേ. n 1 ആവുന്ന സമയത്ത് എനർജി ലെവൽ n is equal to 1ന്റെ സമയത്തുള്ള എനർജി, n 2 ആവുന്ന സമയത്തുള്ള എനർജി, n 3, അങ്ങനെ നമുക്ക് എത്ര എനർജി ലെവൽസിൻ്റെയും എനർജി നമുക്കിവിടെ കണ്ടുപിടിക്കാം. ആ എനർജിയുടെ വാല്യൂ ആണ് En is equal to n square h square by 8ml square. സോ ഇതേ കണ്ടോ,
ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ വെല്ലിൽ പാർട്ടിക്കിളിന് ഇങ്ങനെ എക്സിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ ആദ്യം ഏറ്റവും ഗ്രൗണ്ട് ആയിട്ടുള്ള ലെവലിൽ മൂവ് ചെയ്യും. അടുത്തത് E1 അവർക്ക് മൂവ് ചെയ്യാം, E2 മൂവ് ചെയ്യാം, E3 E4 ഇങ്ങനെ ഓരോ എനർജി ലെവലായിരിക്കും നമ്മുടെ പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്നത്. ഈ എനർജി ലെവൽസിന്റെ എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. അതിനെയാണ് നമ്മൾ ഈഗൺ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ n എന്ന് പറയുന്നത് 1 2 3 4 ഓരോ ലെവൽ കൂടുന്നതിനനുസരിച്ച് 1 2 3 4 ഇട്ട് കൊടുക്കാം. അതിനെയാണ് നമ്മൾ അതിന്റെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഏത് എനർജി ലെവലിൽ, അപ്പോൾ നിങ്ങളുടെ ന്യൂമറിക്കൽസിന് ഫസ്റ്റ് എനർജി ലെവൽ, സെക്കൻഡ് എനർജി ലെവൽ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എനർജി ലെവലിന്റെ എനർജീസ്, നമുക്ക് ഈഗൺ വാല്യൂസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡെറിവേഷൻ നിർത്താം. പക്ഷെ നമ്മുടെ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് എയുടെ വാല്യൂ കൂടെ കിട്ടണം, എങ്കിലേ നമുക്ക് ഒരു വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സിനെ കംപ്ലീറ്റ്ലി എഴുതാൻ പറ്റത്തുള്ളൂ. ബി 0 ആണെന്ന് നമുക്ക് കിട്ടി, എയും. അപ്പോൾ എ കണ്ടുപിടിക്കലാണ് നമ്മുടെ അടുത്ത ജോലി. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം k is equal to n pi by l. ഇത് ഇച്ചിരി അങ്ങോട്ട് ഓറിയന്റേഷൻ മാറി കിടക്കുവാണ്. എഴുതിയേക്കുന്നത് k is equal to n pi by l എന്നാണ് നമുക്ക് എഴുതിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി? സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് കിട്ടിയായിരുന്നു. ബി 0 ആണ് എന്തായാലും. അപ്പോൾ ആ ഒരു എൻറ്റയർ ടൈം പോയി. അപ്പോൾ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എ സൈൻ കെ എക്സ് ആണ്. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എൻ പൈ ബൈ എൽ ആണെന്ന് കിട്ടി. സോ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി നോർമലൈസേഷൻ കണ്ടീഷൻ ചെയ്യുന്നത്. നോർമലൈസേഷൻ കണ്ടീഷൻ എന്തായിരുന്നു? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് സൈ എൻ സ്ക്വയർ മോഡ് സൈ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതായിരുന്നു നോർമലൈസേഷൻ കണ്ടീഷൻ. ഇവിടെ നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ പാർട്ടിക്കിൾ 0 തൊട്ടിട്ട് L വരെയാണ്. അപ്പം നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മാറ്റിയിട്ട് 0 to L ആക്കുക. ഇവിടെ 0 to L മോഡ് സൈ ഓഫ് എക്സിന്റെ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അത് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കൊടുത്തു. സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എ സ്ക്വയറിനെ നമ്മൾ പുറത്തെടുത്തു. 0 to L സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വലിയ പ്രോസസ്സാണ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ മാത്സ് അല്ല ചെയ്യുന്നത്, ഫിസിക്സ് ആണ് ചെയ്യുന്നത്, ഡെറിവേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡിറൈവ് ചെയ്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഡിറൈവ് ചെയ്ത് നോക്കേണ്ടവർക്കാണെങ്കിൽ ചെയ്ത് ഇൻ്റഗ്രേഷൻ ചെയ്ത് നോക്കാം. മാത്സ് ഒക്കെ പഠിച്ചതാണല്ലോ. അപ്പം ഇൻ്റഗ്രൽ 0 to L സൈൻ സ്ക്വയർ എൻ പൈ എൽ എക്സ് ബൈ എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ബൗണ്ടറി എല്ലിൻ്റെ വാല്യൂസ് 0യും എല്ലും ഇട്ട് കൊടുത്ത്, എക്സിൻ്റെ വാല്യൂസ് 0യും എല്ലും ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് L/2 എന്ന് കിട്ടും. ഈ എൻറ്റയർ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷൻ ആഫ്റ്റർ പുട്ടിങ് ലിമിറ്റ് ആട്ടോ. ലിമിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് L/2 എന്ന് കിട്ടും. അത് ഞാൻ ജസ്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇത് ചെയ്താലും മാർക്ക് കിട്ടും. ഡെറിവേഷൻ ചെയ്ത് വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എ സ്ക്വയർ L/2 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇതിന് എ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? റൂട്ട് ഓഫ് 2/L എന്ന് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി? എയുടെ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് വേവ് ഫംഗ്ഷൻ എഴുതാം. സോ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 2/L സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അപ്പം നമ്മുടെ ഡെറിവേഷൻ കംപ്ലീറ്റ് ആവുക കേട്ടോ. ഇനിയും ജസ്റ്റ് നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ വരച്ച് കാണിക്കുവാണ്. നമ്മളോട് പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് മാത്രമേ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എൻറ്റയർ ഡെറിവേഷനും ചെയ്ത് ഇത്രയും വരെ ഞാൻ ഈ ഒരു സ്ലൈഡ് വരെ നമ്മൾ എഴുതി കാണിക്കണം. പക്ഷേ ഈഗൺ ഫംഗ്ഷൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. ഇത്രയും കൂടി ചെയ്താലും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഓരോ എനർജി ലെവലിലും വേവ് ഫംഗ്ഷനും അതിൻ്റെ പ്രോബബിലിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? n is equal to 0ൽ നമ്മുടെ വേവ് ഇങ്ങനെയായിരിക്കും. n is equal to 1ൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയായിരിക്കും. n is equal to 3ൽ ഇങ്ങനെയായിരിക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഭാഗം ഈ ഷെയ്ഡഡ് റീജിയനിൽ മാത്രമാണ് നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ ഷെയ്ഡഡും മാത്രമേ നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ 1 2 3 ഈ ഇത്രയും ഷെയ്ഡഡ് പോർഷൻസിൽ മാത്രമായിരിക്കും നമുക്ക് പാർട്ടിക്കിളിനെ കാണാൻ പറ്റുന്നത്. ഇതാണ് പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കംപ്ലീറ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈസി ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. ജസ്റ്റ് നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വരിക, അത്രേ ഉള്ളൂ.
ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് 12th ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആ ഏഗൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏഗൺ വാല്യൂ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ ടു ലോവസ്റ്റ് എനർജി ലെവൽ ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ 1D പൊട്ടൻഷ്യൽ വെൽ വിത്ത് 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെൽ വിത്ത് 3 ആംസ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു ഏഗൺ വാല്യൂ En is equal to n സ്ക്വയർ h സ്ക്വയർ 8ml സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് വിട്ട് തന്നിട്ടുണ്ട് 3 ആംസ്ട്രോങ്. അപ്പോൾ L is equal to നമുക്ക് എന്ത് എഴുതാം 3 ആംസ്ട്രോങ്. അതിനെ മീറ്റർ ആക്കണം. അപ്പോൾ 3 × 10 to the power 10 മീറ്റർ, 10 to the power -10 മീറ്റർ. ഇനി m എന്ന് പറയുന്നത് എന്താ മാസ് ആണ് അല്ലേ, പാർട്ടിക്കിൾ മാസ് ഓഫ് ദി ഇലക്ട്രോൺ 9.1 × 10 to the power -31 കിലോഗ്രാം. നമ്മൾ ഓൾറെഡി കുഞ്ഞു ക്ലാസ് മുകളിൽ പഠിക്കുന്നത്. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് 6.626 × 10 to the power -34 ജൂൾ സെക്കൻഡ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, n എന്ന് പറയുന്നത് എന്താ ലോവസ്റ്റ് എനർജി ലെവൽ. അപ്പോൾ 1ഉം 2ഉം ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ട് ലോവസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തേത് 1ഉം രണ്ടാമത്തേത് 2, n is equal to 2. എടുത്ത് പറഞ്ഞിട്ടില്ല, ഇന്നത് കണ്ടുപിടിക്കുക പറഞ്ഞിട്ടില്ല. ലോവസ്റ്റ് എനർജി 2 എനർജി ലെവൽസ്. അപ്പോൾ ഇന്ന് 1ഉം 2 ആണെന്നുള്ളത് നോൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ഈ 1 നമുക്ക് കണ്ടുപിടിക്കാം. ഈ 1 കണ്ടുപിടിക്കുമ്പം n-ന്റെ സ്ക്വയർ, n എന്ന് പറയുമ്പോൾ 1-ന്റെ സ്ക്വയർ, h-ന്റെ സ്ക്വയർ 8, m മാസ് അറിയാം, L 3 × 10 to the power -10 ആണെന്ന് അറിയാം. ഓക്കെ, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനർജി എന്ന് പറയുന്നത് എന്ത് കിട്ടും 6.694 × 10 to the power -18 ജൂൾ എന്ന് കിട്ടും. ഇത് കണ്ടുപിടിച്ചാൽ E2 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ എനർജി ലെവൽസും ഇങ്ങനെ കണ്ടുപിടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. എല്ലാം കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. E1 കണ്ടുപിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് E2 കിട്ടും. എങ്ങനെയാ E2 is equal to നമുക്ക് എന്ത് ചെയ്യാം, n-ന്റെ അവിടെ 2 സ്ക്വയർ ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം അവിടെ അങ്ങനെ തന്നെ കിടക്കട്ടെ. h²/8ml². ഈ h²/8ml² എന്ന് പറയുന്നതല്ലായിരുന്നോ ഈ 1 നമ്മൾ കണ്ടുപിടിച്ച ഈ 1, കാരണം അവിടെ n 1 ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, E2 is equal to 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. ബാക്കിയെല്ലാം E1 ആണ്, E1 എന്ന് ചെയ്യാം. അപ്പോൾ E1-ന്റെ വാല്യൂ ആയിട്ട് 4 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ E2 is equal to നമുക്ക് എന്ത് കിട്ടും 2.678 × 10 to the power -17 ജൂൾ എന്ന് കിട്ടും. വളരെ സിമ്പിളും വളരെ ഡയറക്റ്റുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചോദിക്കും. ചിലപ്പോൾ പാർട്ട് എയിൽ ചോദിച്ചിരിക്കുന്ന ഡെറിവേഷൻ്റെ ന്യൂമറിക്കൽസ് വെച്ചിട്ട് ന്യൂമറിക്കൽ ചോദിക്കാം, അല്ലെങ്കിൽ ആ ചാപ്റ്ററിലെ തന്നെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻസിൽ നിന്നുള്ളൊരു ന്യൂമറിക്കൽ ചോദിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, നിങ്ങൾ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്തും ചെയ്യാൻ പറ്റും, ന്യൂമറിക്കൽസും ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മാക്സിമം 5 മൊഡ്യൂളാണ് ഉണ്ടെങ്കിൽ 5 മൊഡ്യൂളും ഫിസിക്സിൻ്റെ കേസിൽ ഞാൻ പറയുകയാണ് 5 മൊഡ്യൂളിലെയും ഡെറിവേഷൻസ്, ഈ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ഒക്കെ നമ്മുടെ ലെക്ചർ വീഡിയോസിൽ എല്ലാ ഡെറിവേഷൻസും കൊടുത്തിട്ടുണ്ട്. അതിലെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് എല്ലാം സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഡെറിവേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇക്വേഷൻസ് കിട്ടും. ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ന്യൂമറിക്കൽസും ചെയ്യാം. ഭയങ്കര കടുകട്ടി ന്യൂമറിക്കൽസ് ഒന്നും നിങ്ങൾക്ക് വരുന്നില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് കണ്ടോ, ഇപ്പം നമ്മൾ ഈ ഒരു പാർട്ടിനകത്ത് വന്ന 2 ന്യൂമറിക്കൽസും ഡയറക്റ്റാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ആംസ്ട്രോങ് മീറ്റർ ആക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട് ജൂൾ ആക്കുക, അങ്ങനെയുള്ള കൺവേർഷൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചോദിക്കുന്നില്ല. ഓക്കെ, അപ്പം അടുത്ത പാർട്ട്, ഇനി അടുത്തത് മൊഡ്യൂൾ 1ഉം 2ഉം നമ്മൾ ഡിസ്കസ് ചെയ്തു. മൊഡ്യൂൾ 3ഉം 4ഉം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.